നമസ്കാരം. പ്രധാന വാർത്തകൾ. കത്ത് ചോർച്ചാ വിവാദത്തിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഷർഷാദ് CPM സംസ്ഥാന നേതൃത്വത്തിനും പരാതി നൽകിയിരുന്നു. ആരോപണങ്ങൾ ഗൌരവമുള്ളതാണെന്ന വിലയിരുത്തലിലാണ് CPM കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. ഷർഷാദിനെതിരെ MV ഗോവിന്ദൻ നിയമ നടപടി ആരംഭിച്ചതും CPM പോളിറ്റ് ബ്യൂറോ അനുമതിയോടെയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും MV ഗോവിന്ദൻ കാര്യങ്ങൾ വിശദീകരിച്ചേക്കും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി. 10ാം ബ്ലോക്കിലെ C ഡിവിഷനിലെ 12ാം നമ്പർ സെല്ലിൽ ഭിത്തിയിൽ നിന്നാണ് ഫോൺ ലഭിച്ചത്. ജോയിന്റ് സൂപ്രണ്ടുമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ സർക്കാർ രൂപീകരിച്ച അന്വേഷണ സമിതി ഇന്നലെയാണ് കണ്ണൂരിൽ നിന്നും മടങ്ങിയത്. ചൊവ്വാഴ്ച ഈ സമിതി ജയിലിലെത്തി സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. പാലക്കാട് സ്കൂളിലെ സ്ഫോടനം. പൊട്ടിയത് പന്നിപ്പടക്കമല്ല. പാലക്കാട് വ്യാസവിദ്യാപീഠം സ്കൂളിൽ പൊട്ടിയത് മാരകമായ സ്ഫോടക വസ്തുവെന്ന് പോലീസ് FIR. മനുഷ്യജീവന് അപകടം വരുത്തണമെന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ കൊണ്ടുവന്നു വെച്ചു എന്നാണ് FIRൽ പറയുന്നത്. സംഭവത്തിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് ചുമത്തി അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. പന്നിപ്പടക്കം പൊട്ടിയെന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരം. എന്നാൽ ഇക്കാര്യം തള്ളുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. സുഹൃത്ത് പെട്രോൾ ഒഴിച്ച തീ കൊളുത്തിയ യുവതി മരിച്ചു. കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ സുഹൃത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവതി മരിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് 31-കാരിയായ പ്രവീണ മരിച്ചത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു യുവാവ് പ്രവീണയ്ക്കെതിരെ ആക്രമണം നടത്തിയത്. പ്രവീണ താമസിക്കുന്ന വീട്ടിലേക്കെത്തി പെരുവളത്തുപറമ്പ് കുട്ടാവ് സ്വദേശി ജിജേഷാണ് തീ കൊളുത്തിയത്. ആക്രമണത്തിനിടെ ജിജേഷിനും പൊള്ളലേറ്റിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാൻ AICC. സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ആരോപണത്തിൽ വിവരങ്ങൾ തേടി AICC. നേതൃത്വത്തിന് കിട്ടിയ പരാതികൾ അന്വേഷിച്ച് നടപടിയെടുക്കാൻ ദീപാദാസ് മുൻഷി KPCC നേതൃത്വത്തിന് കൈമാറി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആലോചനയിൽ. ആരോപണങ്ങൾ പുറത്തുവരും മുമ്പേ രാഹുലിനെതിരെ AICCക്ക് പരാതികൾ കിട്ടിയിരുന്നതായാണ് വിവരം. പരാതികളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം.